ഇപ്പോൾ നമ്മളിന്ന് വന്നിക്കുന്നത് ഒലിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് കേട്ടോ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് മഴ ഇല്ലാത്തതുകൊണ്ട് വെള്ളം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും ജസ്റ്റ് പോയി നോക്കാം. ചായ പിടിച്ചിട്ടില്ല, അത് പോകുന്നില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഫുള്ള് കാട് ഏരിയ ആണ് കേട്ടോ. കാട് എന്ന് പറഞ്ഞാൽ വല്ല പുലിയും കടുവയൊക്കെ കാണാതിരുന്നാൽ മതിയായിരുന്നു നമ്മളതിനെ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേക്കാം. പോരെ, ഇവിടെ മൊത്തം കാടാട്ടോ. ഇതിനെ വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. പാമ്പോ ചേമ്പോ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരിക. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോയേക്കാം. ഇതുവരെ വന്നാലേ വെള്ളമൊന്നും ഉണ്ടാവില്ല തോന്നുന്നു. ഫുള്ള് കാടല്ലേ. ഇപ്പോൾ ഈ വാട്ടർഫാൾസ്, ഒലിച്ചിടെ അവിടെ വാട്ടർഫാൾസ് കാണാൻ ആരും വരണ്ട. ഇവിടെ വെള്ളമൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിക്കുക ആൾക്കാർ. പാമ്പൊന്നും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ മൊത്തം കൊതു കേട്ടോ. ഫുള്ള് കൊതുവിൻ്റെ കടി അവിടെ. നമുക്ക് എന്തായാലും ഇനി വീട്ടിലേക്കല്ല അർജു വിളിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഈ കാട് മൊത്തം ഇനി തിരിച്ചിറങ്ങണം. ഇവിടുന്ന് ഒരു 800 മീറ്റർ ഉണ്ട് കേട്ടോ നടക്കാൻ. ഈ 800 മീറ്റർ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷയമില്ല. നമുക്ക് വന്ന വഴി ഈ വഴിയല്ലേ വന്ന് നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ കൂടിയിട്ട് സെറ്റ് ചെയ്ത വീടാണ് തോന്നിട്ടോ. മരത്തിൻ്റെ മേലത്തെ ഒരു വീട് കാണണം അവിടെ. മരത്തിൻ്റെ ട്രീ ഹൗസ് സെറ്റപ്പിൽ ഉണ്ടാക്കിയതാ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അർജുൻ നാളെ ബാംഗ്ലൂർക്ക് പോകണോണ്ട് അവൻ്റെ ഒപ്പം ഷൊർണൂർ ഇരുന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. വണ്ടി ഇത് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. വെയിലൊക്കെ ചാടിയിട്ട് വേണം പോവാൻ. ഇനിയിപ്പോൾ എന്തായാലും മഴക്കാലമാകുമ്പോൾ നമ്മൾ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അർജുൻ്റെ വീട് എത്തിയിട്ടുണ്ട്. അർജുൻ്റെ വീട് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൈസാരി അവിടെ നിൽക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് ഷൊർണൂർക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം അങ്ങോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകണം. അങ്ങനെ നമ്മൾ കിസ്മേസിക്ക് എത്തിയിട്ടുണ്ട്. അർജു അവിടെ ചായ വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഭായി അങ്ങനെ ചായ റെഡിയാക്കി. ഭായി സമയം എടുക്കുമോ? നാളെ അർജു ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ അർജുനും കൂട്ടിയിട്ട് നാളെ പോകണില്ലേ? അവസാനത്തെ വ്ളോഗാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, നാളെ പോകാന്ന് പറഞ്ഞിട്ട് പിന്നിട്ട് കാര്യമില്ലല്ലോ. ഭായി അവിടെ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിത്തൗട്ട് പറഞ്ഞിട്ടില്ലല്ലോ, കുഴപ്പമില്ല. ഇനി ഭായി ആയതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നു. അർജു ചായ എങ്ങനെയുണ്ട്? എനിക്ക് എന്തേലും പറയാനുണ്ടോ? എന്തേലും പറയും. വ്ളോഗ് കിട്ടില്ല. അല്ല, അതല്ലേ, ഈ എന്തേലും പറയണം. 2 വാക്ക് അർജു സംസാരിക്കും. പെണ്ണ് കിട്ടണില്ല. അർജുന് പെണ്ണ് കിട്ടണില്ല. അപ്പൊ നമ്മള് നേപ്പാളിക്ക് പോകണ്ട കിട്ടും അർജുന് പെണ്ണ് നോക്കാൻ വേണ്ടിട്ട്. അർജുന് പെണ്ണ് എന്തായാലും നേപ്പാളിൽ നിന്ന് കിട്ടുണ്ടാവില്ല. ഏരിയ നോർത്ത് ഈസ്റ്റ് ആണോ? ആ പാലത്തിന്റെ അവിടെ അർജുന്റെ ക്ലാസ് പഠിച്ച ഏതൊരു പെണ്ണുണ്ട് പറഞ്ഞിട്ട് അർജു കാവ്യമുണ്ടാണ് എടുത്തു പറഞ്ഞാൽ വരുന്നില്ല. എന്ത് ശരി പോവാ. ഇതൊക്കെ ഞാൻ അങ്ങനെ കട്ടായിട്ട് ഇടും. അപ്പൊ നമുക്ക് പാലത്തിന്റെ അവിടേക്ക് പോകട്ടോ. നമ്മള് ഹരിക്ക് പെണ്ണും കിട്ടില്ല. ഹരിക്ക് പെണ്ണ് നോക്കാൻ വേണ്ടിട്ട് തെറിയും കൂടി കൂട്ടിയിട്ടാണ്. ഇവിടേക്ക് മൊത്തം ആൾക്കാരെ നടക്കാൻ വേണ്ടിട്ട്. അവിടേക്ക് ഒന്ന് നോക്കി നോക്ക്. കണ്ടോ, ഇവിടേക്ക് മൊത്തം ആൾക്കാരാ. അർജു, നമ്മള് പണ്ടൊക്കെ അവിടെ വന്നിരുന്ന ഇറന്ന സമയത്ത് ഇവിടെ ഇത്ര ആൾക്കാരുണ്ടല്ലോ. റെക്കോർഡ് ഓണാക്കിണ്ട്. ഈ അർജുനൊന്നും പറയാല്ലേ, അവിടെ മൊത്തം ആൾക്കാരാ. പിന്നെ അവിടെ പാലുണ്ട്. ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. ഞാൻ ചെറുപ്പമായപ്പോ എത്രടാ 10 ഹരി ഉണ്ടായിരുന്നു. 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ആരുമില്ല. അങ്ങോട്ട് സൂമി ചെറുതും ഡെവലപ്പ് ആയിട്ട് വന്നു. ഞായറാഴ്ച കൊണ്ട് കുറെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് എന്താ പറയാനുള്ളത്? വേറെന്തെങ്കിലും? നമുക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് നടക്കാം. അതായത് എന്റെ മുഖമൊട്ട എവിടൊക്കെ കണ്ടിട്ടുണ്ടോ ആ വീഡിയോ അത്യാവശ്യം ലൈക്ക് അടിച്ചു. അത് ഇവന്റെ മുഖത്തിന്റെ വട്ട എവിടെ കണ്ടിട്ടുണ്ടോ ആ വീഡിയോ പോയി. നീ ഹരിക്ക് ഹരിക്ക് ഒന്നും പറയാനില്ല. ഹരി ഫുൾ ടൈം ബിസിയാണ് ഫോൺ നോക്കിയിട്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഇതിന്റെ തൊട്ടപ്പുറത്തൊക്കെ കണ്ടോ ഇരിക്കാൻ വേണ്ടിട്ട് ഏത് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വ്ളോഗ് തുടങ്ങുന്നത്. വ്ളോഗ് അവസാനിക്കാറായി. എല്ലാ കൂട്ടത്തിലും കാണും ഇതേപോലെ വെറുതെ വളി വർത്താനം പറയാനും ഒരു ഉപകാരം മറ്റേ ഒരുമാതിരി ചൊറിച്ചിലുള്ള ഒരുത്തൻ. ഷോർട്സ്